നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. മിഷൻ 10th പ്രിലിംസിന്റെ അടുത്ത ക്ലാസ് ആണ്. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സുകൾ മുടങ്ങാതെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. മിഷൻ 10th പ്രിലിംസ് 2026 എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം ഓർഡറിൽ അതിനകത്ത് അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നമുക്ക് ഓരോ പ്രസ്താവനകളായിട്ട് നോക്കിയാലോ. ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. തെറ്റാണ്. ജനഗണമന പൂർണ്ണരൂപത്തിൽ ആലപിക്കാൻ എടുക്കുന്ന കൃത്യമായ സമയം എത്രയാ? 52 സെക്കൻഡ് ആണ്. 52 സെക്കൻഡ്. ചോദ്യത്തിൽ 51 സെക്കൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തെറ്റ്. ഇതിന്റെ ചുരുങ്ങിയ രൂപം, അതായത് ആദ്യത്തെയും അവസാനത്തെയും വരികൾ മാത്രം ഷോർട്ട് വേർഷൻ ആലപിക്കാൻ എത്ര സെക്കൻഡ് മതി? 20 സെക്കൻഡ് മതി. 20 സെക്കൻഡ് മതി എന്ന് കൂടി ഓർക്കുക. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താ പറഞ്ഞേക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ് എന്നല്ലേ തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. 1911 ഡിസംബർ 27 നടന്ന INCയുടെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവളായ സരളാദേവി ചൗധരാണി ആണ്. അപ്പൊ ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാലിനി ചൗധരി എന്നാണ്. അത് തെറ്റ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് നൊബേൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത് എന്താണ്? ദേശീയ ഗീതമായ വന്ദേ മാതരമാണേ. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത് എന്താണ്? ദേശീയ ഗീതമായ വന്ദേ മാതരമാണെന്ന് കൂടി ഓർക്കുക. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടെ നോക്കാം. 1950 ജനുവരി മാസം 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയെ ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നോർക്കുക. ടാഗോർ ദേശീയ ഗാനം രചിച്ചത് ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. പക്ഷെ ഭരണഘടന അംഗീകരിച്ചത് എന്ത് പതിപ്പാ? ഹിന്ദി പതിപ്പാണ്. ഇനി 1912 ടാഗോർ തന്നെ പത്രാധിപരായ തത്വബോധിനി പത്രികയിൽ ഭാരത് വിധാത എന്ന തലക്കെട്ടിലാണ് ഈ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1919 ടാഗോർ മദനപ്പള്ളി ഏത് സംസ്ഥാനത്താ? ആന്ധ്രാപ്രദേശിൽ വെച്ച് ഇതിനെ ഇംഗ്ലീഷിലേക്ക് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇതിന്റെ ഈണം തയ്യാറാക്കാൻ സഹായിച്ചത്, ഇംഗ്ലീഷ് പതിപ്പിന്റെ ഈണം തയ്യാറാക്കാൻ സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണെന്ന് കൂടി ഓർക്കുക. ഇനി ലോകത്തിൽ 2 രാജ്യങ്ങളുടെ ദേശീയ ഗാനം രചിച്ച ഒരേ ഒരു വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പോ നിങ്ങളോടുള്ള ചോദ്യം, ഇന്ത്യയുടെയും പിന്നെ മറ്റ് ഏത് രാജ്യത്തിന്റെയും കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനം രചിച്ചത്? താഴെ കമന്റ് ചെയ്യാമോ? ആ ദേശീയ ഗാനത്തിന്റെ പേര് ഞാനൊന്ന് പറയാം. അമർ സോനാർ ബംഗ്ല. അതാണ് ആ രാജ്യത്തിന്റെ ദേശീയ ഗാനം. അത് ഏത് രാജ്യം? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം ജനഗണമന. ഗാനം ഗണ എന്ന് ഓർത്താ മതി. 1911 INC കൽക്കത്ത സമ്മേളനം സരളാദേവി ചൗധരാണിയാണ് ആലപിച്ചത്. ഇനി വന്ദേ മാതരം രചിച്ചത്, ദേശീയ ഗീതമായ വന്ദേ മാതരം രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആദ്യം പാടിയത് 1896 INC കൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് ആലപിച്ചത്. ഓക്കെ, അപ്പോ ഇത്രയും പോയിന്റ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ VFA BEVCO LD കോംബോ ബാച്ച് അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ
ബെഫ്കോ LDയും കൂടെ ഉള്ളതുകൊണ്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് ആണ് 2026 ഡിസംബർ 31 വരെ 2026 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഇപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. ഹർഷിതം എജ്യൂടെക് ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ വേരിയസ് LGSന്റെ പുതിയ ബാച്ചിന്റെ ക്ലാസ് ജൂലൈ മാസം 6 തുടങ്ങുന്നു. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സീറ്റ്, എല്ലാത്തിനും ലിമിറ്റഡ് സീറ്റേ ഇട്ടിട്ടുള്ളൂ. വേരിയസ് LGSന്റെ ബാച്ചിൽ നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാനും പറ്റും. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സ് ആണെന്ന് കൂടി ഓർക്കുക. ഫുൾ സിലബസ് കവറേജ് ആണ്. കറണ്ട് അഫയേഴ്സും BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ പഴയ CRT പുതിയ CRT എല്ലാം ഉണ്ടായിരിക്കും. സിലബസിലെ എല്ലാ കാര്യങ്ങളും GK, സയൻസ്, മാത്സ്, മെന്റൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ LDCയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിന്റെയും വാലിഡിറ്റി 2027 ഡിസംബർ 31 വരെയാണ്. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അപ്പോൾ ഈ ഒരു 1.5 വർഷ കാലയളവിലെ ഏത് പരീക്ഷയായാലും നിങ്ങൾ ഈ ഒരൊറ്റ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്യാം, സ്വന്തമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാച്ച് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളെ, അതുപോലെ വീട്ടമ്മമാരെ, പഠനത്തിൽ ഗ്യാപ്പ് വന്ന ഉദ്യോഗാർത്ഥികളെ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഫുൾ സിലബസ് കവറേജും കറണ്ട് അഫയേഴ്സും NCERTയും SCERTയും BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ചെക്ക് ചെയ്തോളാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കുവേ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യത്തെ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിൽ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പ്രകാരം 1993 ഒക്ടോബർ മാസം 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. രണ്ടാമത്തെ പ്രസ്താവന നോക്കുകയെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് ആയിരിക്കും. അത് തെറ്റാണ്. കമ്മീഷൻ അംഗങ്ങളുടെയും അധ്യക്ഷന്റെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. എന്നാൽ 2019 ഭേദഗതി പ്രകാരം, ഹ്യൂമൻ റൈറ്റ്സ് അമെൻഡ്മെന്റ് ആക്ട് പ്രകാരം നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ്. ചോദ്യത്തിൽ 65 വയസ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ശരിയാണ്. അപ്പൊ 1ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഈ ആസ്ഥാന മന്ദിരം ഏത് പേരിൽ അറിയപ്പെടുന്നു? മാനവ് അധികാർ ഭവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് എങ്ങനെയാ ഫോം ചെയ്തത്? പാർലമെന്റ് നിയമം വഴി നിർമ്മിച്ച ഒരു നിയമപരമായ സ്ഥാപനം. നിയമപരമായ സ്ഥാപനത്തിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇനി അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നതോ ഇന്ത്യൻ രാഷ്ട്രപതിയാണെന്ന് ഓർക്കുക. കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി തലവനായുള്ള 6 അംഗ ഉന്നത അധികാര സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഒരു നിയമനം. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജി ആയിരുന്ന ഒരു വ്യക്തിക്കോ മാത്രമേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അധ്യക്ഷനാകാൻ സാധിക്കൂ. 2019 ഭേദഗതി പ്രകാരം ജഡ്ജിമാരെയും കൂടി ഈ ഒരു അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാൻ അനുവാദം ഉണ്ട് എന്നുകൂടി ഓർക്കുക. ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. അപ്പൊ നിങ്ങളോടുള്ള അടുത്ത ചോദ്യം, നിലവിലെ ചെയർമാൻ ആരാണ്? താഴെ നിന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ മാക്സിമം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച ഡേറ്റ് എന്ന 1993 ഒക്ടോബർ മാസം 12. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോകാം. 1998 ഡിസംബർ മാസം 11 രൂപീകരിച്ചത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. നിയമിക്കുന്നത് ഗവർണറാണ്. കാലാവധിയോ 2നും തുല്യമാണ്. സംസ്ഥാനമായാലും ദേശീയമായാലും 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 2019 ഭേദഗതിക്ക് ശേഷമാണ് സംസ്ഥാന കമ്മീഷൻ കാലാവധിയും 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിട്ട് മാറ്റിയത്.
സെറ്റ് അല്ലേ? അപ്പൊ പറഞ്ഞ ഫാക്ട്സ് ഒക്കെ ഉപകാരപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? ഒരുപാട് പേരൊന്നും ലൈക്ക് ചെയ്യാറില്ല, വെറുതെ കണ്ടിട്ട് പോവാണ്. സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് ഏതാ? 17. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് ഏതാ? 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഏതാ? 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാ? വകുപ്പ് 32. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പൊ നമുക്ക് ഓരോ വകുപ്പായിട്ട് ഇങ്ങെടുക്കാം അല്ലെ കുട്ടികളെ? വകുപ്പ് 17 ഗാന്ധിജിയുടെ ആശയങ്ങളുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ഈ വകുപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗാന്ധിയൻ വകുപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസാക്കിയ വകുപ്പാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ആർട്ടിക്കിൾ 17. അപ്പൊ ആയുധ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ഏതാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955. അപ്പൊ ആദ്യം തൊട്ടുകൂടായ്മ കുറ്റകൃത്യ നിയമം എന്നായിരുന്നു ഇതിന്റെ പേര്. ഇത് 1976 ഏത് പേരിലേക്ക് പുനർനാമകരണം ചെയ്തത്? സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് എന്ത് ചെയ്തത്? പുനർനാമകരണം ചെയ്തത്. അപ്പൊ ആയുധ നിർമ്മാർജ്ജന വകുപ്പ് ഏതാണ്? വകുപ്പ് 17. ഇനി വകുപ്പ് 21, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വകുപ്പ് 21 കുറിച്ചല്ലേ? ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം നൽകുന്ന വകുപ്പാണ് വകുപ്പ് 21. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വിപുലമായ അർത്ഥതലങ്ങളുള്ള ആർട്ടിക്കിൾ കൂടിയാണ് വകുപ്പ് 21 എന്ന് മനസ്സിലാക്കുക. രാജ്യത്ത് അടിയന്തരാവസ്ഥ, അതായത് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ പോലും റദ്ദാക്കാൻ സാധിക്കാത്ത മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? 20ഉം 21ഉമാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം, പിന്നെ ജീവന ഉപാധിക്കുള്ള അവകാശം, മലിനീകരണമില്ലാത്ത പരിസ്ഥിതിക്കുള്ള അവകാശം, ഇവയൊക്കെ സുപ്രീം കോടതി ഇതിന്റെ പരിധിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി വകുപ്പ് 21A എന്താ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന വകുപ്പാണ് 21A. RTE, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം, പാർലമെന്റ് ഇത് പാസാക്കിയത് 2009 ഇന്ത്യയിൽ ഈ നിയമം പൂർണ്ണമായി നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, ഓർത്തിരിക്കുക. 2010 ഏപ്രിൽ മാസം 1 ഈ ഒരു തീയതി എപ്പോഴും ഓർക്കുക, 2010 ഏപ്രിൽ മാസം 1. ഇനി വകുപ്പ് 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നു. ഈ വകുപ്പിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നറിയപ്പെടുന്ന അത് വരുന്ന വകുപ്പാണ് വകുപ്പ് 32. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഒരു പൗരന് നേരിട്ട് സുപ്രീം കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതികളെയോ സമീപിക്കാനുള്ള അവകാശമാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഏതൊക്കെയാണ് 5 തരത്തിലുള്ള റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, സെർഷ്യോററി എന്നിവ. അപ്പൊ ഹൈക്കോടതികൾ ആർട്ടിക്കിൾ എത്ര? 226 പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം. ഫസൽ അലി കമ്മീഷൻ. നിയമിതമായ വർഷം 1953 ഡിസംബർ മാസമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, SRC എന്ന് പറയും, ഈ കമ്മീഷനെ രൂപീകരിച്ചത്. ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫസൽ അലി കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കമ്മീഷൻ എത്ര അംഗ കമ്മീഷൻ ആയിരുന്നു? 3 അംഗ കമ്മീഷൻ ആയിരുന്നു. ചെയർമാനെ കൂടാതെ മറ്റ് 2 അംഗങ്ങൾ. ഇപ്പൊ ചെയർമാനും 2 അംഗങ്ങളും. ആരൊക്കെയാണ് മറ്റ് 2 അംഗങ്ങൾ? KM പണിക്കർ, മലയാളിയായ ചരിത്രകാരനായ കാവാലം മാധവ പണിക്കർ എന്ന KM പണിക്കർ, HN ഖുൻസ്രു എന്ന ഹൃദയനാഥ ഖുൻസ്രു. റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷം? 1955 സെപ്റ്റംബർ മാസമാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ്
1956 നിയമം പാസാക്കുകയും 1956 നവംബർ മാസം 1-ാം തീയതി ഇന്ത്യയെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ഇതേ ദിവസം തന്നെയാണ് നമ്മുടെ കേരളവും രൂപീകരിച്ചിരിക്കുന്നത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. കിട്ടിയല്ലോ? ഓക്കെ. ഇനി ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ. വി പി മേനോനും സർദാർ വല്ലഭായ് പട്ടേലും കൂടി ഒരുമിച്ച് പറയാം. സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിന്, ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ ഇംഗ്ലീഷ് എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്. ഇതിന്റെ ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തികളാണ് വി പി മേനോനും സർദാർ വല്ലഭായ് പട്ടേലും. വല്ലഭായ് പട്ടേൽ അന്നത്തെ ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. വി പി മേനോനോ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു. ഓക്കെ. ഇനി മറ്റു കുറച്ച് കമ്മീഷനെ കുറിച്ച് കൂടി, ഫസൽ അലി കമ്മീഷൻ പഠിക്കുമ്പോൾ കുറച്ച് കമ്മീഷനും കൂടി റിലേറ്റ് ചെയ്ത് പഠിക്കണം. അതിലൊന്നാണ് എസ് കെ ധർ കമ്മീഷൻ. 1948 ആണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കുന്നതിനെ എതിർത്ത ആദ്യത്തെ കമ്മീഷൻ എസ് കെ ധർ കമ്മീഷൻ ആണ്. ഇനി അതേ വർഷം തന്നെ 1948 തന്നെ JVP കമ്മിറ്റി രൂപീകരിച്ചു. J ഫോർ ജവഹർലാൽ നെഹ്റു, B ഫോർ വല്ലഭായ് പട്ടേൽ, P ഫോർ പട്ടാഭി സീതാരാമയ്യ. അപ്പൊ ഇവര് 3 പേരും അടങ്ങിയ കമ്മിറ്റി. നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഇവരും ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജനത്തെ തള്ളിക്കളഞ്ഞവരാണ്. ഓക്കെ. ഇനി ആദ്യ ഭാഷാ സംസ്ഥാനം, അത് എപ്പോഴും ചോദിക്കാറുണ്ട്. 1953 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത്. പോറ്റി ശ്രീരാമലുവിന്റെ നിരാഹാര രക്തസാക്ഷിത്വത്തെ തുടർന്ന് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ സംസ്ഥാനമായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. സെറ്റല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് വി കമാൻഡ് എന്നറിയപ്പെടുന്ന മാൻഡമസ് എന്ന റിട്ട്. ഞങ്ങൾ ആജ്ഞാപിക്കുന്നു അഥവാ വി കമാൻഡ് എന്നാണ് മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ പൊതുസ്ഥാപനമോ കീഴ്ക്കോടതിയോ തങ്ങളുടെ ഔദ്യോഗിക കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോൾ അത് ചെയ്യാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട്. ഇത് ആർക്കൊക്കെ എതിരെ പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല? രാഷ്ട്രപതിക്കെതിരെ, ഗവർണർമാർക്കെതിരെ, സ്വകാര്യ വ്യക്തികൾ എന്നിവർക്കെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞു, 32 and 226. ഓർക്കുക, 5 തരത്തിലുള്ള റിട്ടുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഓപ്ഷൻ എ തന്നെ, ഹേബിയസ് കോർപ്പസ് ടു ഹാവ് ദ ബോഡി ഓഫ്, അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നതാണ് അർത്ഥം. ഒരാളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കാവലാൾ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്തത് കോവാറണ്ടോ എന്തധികാരം അല്ലെങ്കിൽ വാറണ്ട് പ്രകാരം, ബൈ വാട്ട് അതോറിറ്റി ഓർ വാറണ്ട് എന്നതാണ് അർത്ഥം. ഒരാൾ നിയമവിരുദ്ധമായി ഒരു പൊതു പദവി കൈക്കലാക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്നു. സെർഷ്യോററി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ ടു ബി സർട്ടിഫൈഡ് എന്നതാണ് മീനിങ്. കീഴ്ക്കോടതികളുടെ വിധിന്യായങ്ങളോ ഉത്തരവുകളോ പുനഃപരിശോധിക്കാൻ വേണ്ടി മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് സെർഷ്യോററി. ഇനി ഒരു റിട്ടും കൂടെ ഉണ്ട്, പ്രൊഹിബിഷൻ എന്നാൽ തടയുക അഥവാ ടു ഫോർബിഡ് എന്നതാണ് മീനിങ്. കീഴ്ക്കോടതികൾ അവരുടെ അധികാര പരിധി ലംഘിച്ച് കേസ് നടത്തുന്നത് തടയാൻ മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ എന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് മാക്സിമം ഫാക്ട്സ് കവർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ, ഉപകാരപ്പെട്ടോ? അതൊക്കെ ഒന്ന് താഴെ കമന്റിലൂടെ അറിയിക്കുക. കമന്റിലൂടെ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അറിയിക്കുക, ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് പോലും വരാത്ത രീതിയിലാണ് ഞാൻ എടുത്തു തരുന്നത്. സെറ്റല്ലേ? ആപ്പ് ചെക്ക് ചെയ്യുക. ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാൻ പറ്റും. LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.